നമ്മുടെ ദേവസ്വം ബോർഡ് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി. ശബരിമലയിൽ നിന്നും കിട്ടുന്ന, അതായത് മണ്ഡലകാല മകരവിളക്ക് സമയത്ത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ദേവസ്വം ബോർഡിനെ ഒന്ന് പിടിച്ചു നിർത്തുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് ഇടയ്ക്കിടയ്ക്ക് തന്നെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരോട് പറയുന്നുണ്ട്, പല പൂജകളും പുതിയതായിട്ട് കണ്ടുപിടിക്കുക, അതിലൊക്കെ വരുമാനങ്ങളുടെ അതിന്റെ നിരക്കുകൾ വർദ്ധിപ്പിക്കുക എന്നടക്കം. നിലവിലിപ്പോൾ ഈ വരുന്ന ബുധനാഴ്ച കർക്കിടക വാവാണ്. അന്ന് ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരും ബലിതർപ്പണം നടത്താനായിട്ട് പോകും. ഇപ്പോൾ ഒരു ഉത്തരവ് ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് മാർച്ച് 30 വന്ന ഒരു ഉത്തരവാണ്. അതിപ്പോൾ വലിയ രീതിയിൽ ഒരു വിവാദത്തിന് തിരിതെളിയുകയാണ്. അതായത് ഈ ബലിതർപ്പണ ചടങ്ങ്, അതോടൊപ്പം തന്നെ ഈ നാഗരാജാവിനെ നമ്മൾ പ്രീതിപ്പെടുത്തുന്ന പുള്ളുവൻ പാട്ട്, അതിനൊക്കെ ഇനി മുതൽ GSTയും കൂടെ ഉണ്ട് എന്നൊരു ഉത്തരവാണ് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് നിന്നും പുറത്തിറങ്ങുന്നത്. സ്വാഭാവികമായി ഈ ക്ഷേത്ര കാര്യങ്ങളിലെ ക്ഷേത്ര പൂജകൾക്കൊക്കെ GST നിരക്ക് ഈടാക്കാൻ പാടില്ല എന്നൊരു നിയമം കൂടെ ഉണ്ട്. 18% ഇതിനിപ്പോൾ GST ആയി നിരക്കായി ഈടാക്കുന്നത്. നിലവിൽ ഇപ്പോൾ കർക്കിടക വാവ് വരെയാണ്. ഇപ്പോൾ പല ജില്ലകളിൽ നിന്നുള്ള പൂജാരിമാര് ഇപ്പോൾ നമുക്കറിയാം ശംഖുമുഖത്തും പാപനാശത്തും ഒക്കെ ഈ പൂജയ്ക്ക്, അതായത് കർക്കിടക വാവിന് ബലിതർപ്പണത്തിന് നേതൃത്വം വഹിക്കാനായിട്ട് എത്തും. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് GST കൂടെ കൊടുക്കണം. അത് സ്വാഭാവികമായി അവർക്കൊരു നിരക്ക് ദേവസ്വം ബോർഡ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എക്കാലത്തും. അതിന്റെ അപ്പുറത്തേക്ക് പ്ലസ് 18% GST കൂടെ വരുന്നു. പുള്ളുവൻ പാട്ടിനും കൂടെ ഒരു GST വരുന്നു. ഇതൊരു കൊള്ളയല്ലേ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്? ഗോകുൽ, ശരിക്കും ഭക്തർക്ക് വേണ്ടിയാണോ വിശ്വാസികൾക്ക് വേണ്ടിയാണോ ഈ ദേവസ്വം ബോർഡ് നിലകൊള്ളുന്നത് എന്നുള്ള സംശയം സാധാരണ ഹിന്ദു വിശ്വാസികൾക്ക് കാലങ്ങളായിട്ടുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകളുടെ അധീനതയിലുള്ള ബോർഡും ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥരും ബോർഡ് അംഗങ്ങളും ഒക്കെ തന്നെ ഭക്തർ ഏറ്റവും താഴേക്കിടയിലാണ്. ശരിക്കും ഈ ഭക്തരുടെ വഴിപാട് അല്ലെങ്കിൽ കാണിക്ക പണം കൊണ്ടാണ് ബോർഡ് നിലനിൽക്കുന്നത്. എന്നിട്ടും വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ്. ഗോകുലത നേരത്തെ ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ വഴിപാടുകൾക്ക്, ആരാധന വഴിപാടുകൾക്കൊന്നും തന്നെ GST ഏർപ്പാടാക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്നു. ഗോകുൽ പറഞ്ഞത് ശരിയാണ്. ഒപ്പം ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, ഈ ജനങ്ങളെ സേവിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും GSTയോ മറ്റ് ടാക്സുകളോ ഇല്ല. ഇത് ഭക്തരെ എങ്ങനെങ്കിലും കൊള്ളയടിക്കുക, പിഴിയുക, ഒപ്പം ഈ പൂജാരിമാരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു നിലപാടാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡുകൾ തന്നെ നിലനിൽക്കുന്നത് ഇവിടെ ക്ഷേത്രങ്ങൾ ഉള്ളതുകൊണ്ടാണ്. മറ്റ് മതസ്ഥരുടെയൊന്നും ആരാധനാലയങ്ങൾക്ക് സർക്കാർ നിയന്ത്രണമില്ല. ദേവസ്വം ബോർഡിന്റെ കീഴിൽ, പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ശബരിമല, അതുപോലെ തന്നെ ആറന്മുള, തിരുവല്ല, ശ്രീവല്ലഭ ക്ഷേത്രം തുടങ്ങിയ വലിയ വരുമാനങ്ങളുള്ള അമ്പലങ്ങളുമുണ്ട്. ഇത് എത്രയൊക്കെയായാലും ഇവർക്ക് വെട്ടിച്ചുകൊണ്ടു പോകാൻ അല്ലെങ്കിൽ ഇവർക്ക് തട്ടിക്കാൻ സർവത്ര കൊള്ളയാണ് ദേവസ്വം ബോർഡിൽ നടക്കുന്നത്. A to Z കൊള്ള. അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ ദേവസ്വം ബോർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് എന്ന ഗുരുതരമായ ആരോപണം വർഷങ്ങളായി നിലനിൽക്കുകയാണ്. ഇതിപ്പോൾ ഈ കർക്കിടക വാവു ബലിയിൽ പങ്കെടുക്കുന്ന, അതിൽ കർമ്മികളായി എത്തുന്ന പൂജാരിമാർക്ക് 18% GST, അതുപോലെ പുള്ളുവൻ പാട്ടിന്, ഇത് സാധാരണഗതിയിൽ ഈ കർക്കിടക വാവു ബലിക്കൊക്കെ തന്നെ സാധാരണക്കാരായ പൂജാരിമാരാണ് എത്തുന്നത്. അവർ പ്രത്യേക ഫീസ് അടച്ച് അതിന് അനുമതി വാങ്ങിയാണ് ഈ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് കർക്കിടക വാവു ബലിക്ക് എത്തുന്ന ഭക്തജനങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ ഇവരെ ഒരു ചവിട്ടിയിട്ട്, ഒരു കാലുകൊണ്ട് ചവിട്ടിയിട്ട് മറ്റു കാലുകൊണ്ട് കൂടി ഒന്നുകൂടി ചവിട്ടുക. ഇപ്പം 1000 രൂപ ഫീസ് ഇനത്തിൽ ഈടാക്കിയിട്ട് അതിന്റെ 18% GST ആയിട്ട് കൂടി ഈടാക്കുന്ന ഈ ഒരു നടപടി കൊള്ളയല്ല, ഇത് തീവെട്ടിക്കൊള്ളയാണ്. ഇതിലും ഭേദം കട്ടപ്പാരയുമായി കക്കാനിറങ്ങുന്നതാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു തരവുമില്ല. ദേവസ്വം ബോർഡ് കാലങ്ങളായിട്ട് ക്ഷേത്ര ജീവനക്കാരോടും ഭക്തജനങ്ങളോടും ഹിന്ദു വിശ്വാസികളോടും കാണിക്കുന്ന നിരവധി നെറികേടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതുപോലെ മിക്ക ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഈ രീതിയിലാണ് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ബോർഡ് അംഗങ്ങൾ, ഇപ്പം നേരത്തെ പിണറായി സർക്കാർ അദ്ദേഹത്തിന്റെ കാലത്തുള്ള ദേവസ്വം ബോർഡ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറിയില്ല. അവസാന ഘട്ടത്തിലാണ് K. ജയകുമാറിനെ പ്രസിഡന്റാക്കി മാറ്റിയത്. അദ്ദേഹം ഒരു കഴിവ് തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം വളരെ നീതിമാനായ ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറയപ്പെടുന്നു. തീർച്ചയായിട്ടും ഈ വിഷയത്തിലടക്കം എല്ലാ വിഷയത്തിലും ഹൈന്ദവ വിശ്വാസങ്ങളെയും ഒക്കെ തന്നെ തകർക്കുന്ന അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് ഈ ഹിന്ദുക്കളുടെ ക്ഷേത്ര കൂട്ടായ്മയുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് വളരെയധികം വേദനയുണ്ടാക്കുന്ന, ഹിന്ദു വിശ്വാസികൾക്ക് വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീവെട്ടിക്കൊള്ള തന്നെയാണ്. ദേവസ്വം ബോർഡിന്റെ ഈ 18ാമത്തെ ഖണ്ഡികയിലാണ് അവർ പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് ഈ പൂജാകർമ്മങ്ങൾക്ക്, ബലിതർപ്പണത്തിന് നേതൃത്വം വഹിക്കാൻ എത്തുന്ന പൂജാരിമാർ അവിടെ വരിക, പൂജ ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് എത്ര ദക്ഷിണയാണോ കിട്ടുന്നത് അതെല്ലാം കൂടെ നേരെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിട്ട് വേണം അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി പോകാൻ. അങ്ങനെയാണ്. ഇതിനു മുൻപും അങ്ങനെ ചില ഉത്തരവുകൾ ഉണ്ടായിരുന്നു. ചില അമ്പലങ്ങളിൽ എഴുതി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ദക്ഷിണ കൊടുക്കരുത്.
അതായത് പൂജാരിക്ക് മേൽശാന്തിക്ക് ദക്ഷിണ കൊടുക്കരുത്, അതിവിടെ അദ്ദേഹത്തിന് ആവശ്യമുള്ള തൊഴുങ്കോട് പ്രൈവറ്റ് അമ്പലമാണ് ആണെങ്കിലും അത് പോട്ടെ, ആ പ്രൈവറ്റ് അമ്പലങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം എന്ത് വേണമെങ്കിലും. പക്ഷേ ദക്ഷിണ കൊടുക്കരുത് എന്ന് ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ ഞാൻ കണ്ടത് പന്തളം കൊട്ടാരത്തിന്റെ ക്ഷേത്രത്തിലാണ്, കോയിക്കൽ ക്ഷേത്രത്തിലാണ് ആ ബോർഡ് കണ്ടത്. ഇവിടെ ഈ മേൽശാന്തിമാർക്ക് ആവശ്യത്തിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഭക്തജനങ്ങൾ ദക്ഷിണ കൊടുക്കരുത്. വലിയ പ്രതിഷേധമായി ഹിന്ദു സംഘടനകൾ അടക്കം പ്രതിഷേധിച്ചതിന് ശേഷമാണ് അത് വർഷങ്ങൾക്ക് മുൻപ് എടുത്തു മാറ്റിയത്. ഇവിടെ ഭക്തരെ, അതുപോലെ തന്നെ പൂജാരിമാരെ, ജീവനക്കാരെ എല്ലാവരെയും വെറും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ 3 ദേവസ്വം ബോർഡുകൾ. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണിക്ക വഞ്ചിയുടെ എണ്ണവും അതിന്റെ വലിപ്പവും കൂടുകയാണ്. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഗുരുവായൂർ തന്നെ ഭക്തജനങ്ങൾക്ക് നടക്കാനുള്ള ഒരു വഴിയില്ല, അവിടെ കാണിക്കയുടെ വലിപ്പം കൂടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ആയിക്കൊള്ളട്ടെ, ഭക്തജനങ്ങൾ കാണിക്ക ഇട്ടുകൊള്ളട്ടെ, പക്ഷേ അത് സ്വീകരിച്ചിട്ട് അത് വാങ്ങിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ക്ഷേത്രത്തിന്റെയും ഭക്തജനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ ഈ കാണിക്കപ്പണം ഉപയോഗിക്കുന്നത്. അല്ല, ഈ പണം ഉപയോഗിച്ച് അവരുടെ ക്ഷേത്രം ഒന്ന് പരിപാലിച്ചൊന്നും ചെയ്യില്ല, അതൊന്നും ചെയ്യില്ല, ഒരു ക്ഷേത്രങ്ങളും ചെയ്യില്ല. അതത് ക്ഷേത്ര ഉപദേശക സമിതികളും നാട്ടുകാരും പിരിവെടുത്താണ് പല ക്ഷേത്രങ്ങളിലും പല പരിപാടികളും നടത്തുന്നത്. ഇതിനെക്കാട്ടി നല്ലതാണ് ട്രസ്റ്റ് ആവുന്നത്. അതെ, ട്രസ്റ്റ് ഈ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിന്ന് 3 ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിന്നും എല്ലാ ക്ഷേത്രങ്ങളും എടുത്തു മാറ്റി ഹൈന്ദവ സംഘടനകളെ, സാംസ്കാരിക സംഘടനകളെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഭക്തജനങ്ങളാണ് ക്ഷേത്രങ്ങളുടെ അധികാരം കൈയാളേണ്ടത്, അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത്, അവിടുത്തെ കാര്യങ്ങളിൽ നീക്കുപോക്ക് ഉണ്ടാക്കേണ്ടതൊക്കെ തന്നെ ഹൈന്ദവ വിശ്വാസികളും ഭക്തജനങ്ങളുമാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് കുറെ ആളുകൾ, ഇതുവരെ അമ്പലത്തിൽ പോലും പോകാത്ത കുറെ ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണകാലത്ത് അവിടെ വരുന്നു. ദേവസ്വം മന്ത്രി ഒന്ന് കൈ കൂപ്പുക പോലുമില്ല, മുൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ തീർത്ഥം വാങ്ങിയില്ല, അതൊക്കെ വലിയ വിവാദമായിരുന്നു. പക്ഷേ അങ്ങനെ വിശ്വാസികളല്ലാത്തവരെ ഈ ക്ഷേത്രഭരണം ഏൽപ്പിക്കുന്ന പരിപാടി നിർത്തണം. കോടതികൾ ഈ വിഷയത്തിൽ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും അടക്കം ഇടപെടണം. ഈ 18% GST വാങ്ങി വരുന്ന ഭക്തരെയും അതിൽ പങ്കെടുക്കുന്ന പൂജാരിമാരെയും ഒക്കെ തന്നെ വീണ്ടും വീണ്ടും കൊള്ളയടിക്കുന്ന ഈ രീതി അപലപനീയം തന്നെയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഗൂഗിൾ.